ഹലോ, എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കൊറോണ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്തായാലും എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മിനിയേച്ചർ ബേസിക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. കുറച്ച് കാഴ്ചകൾ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് കാഴ്ചകളും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. 15 സെൻറ്റിമീറ്ററുള്ള ഒരു ഓർഡർ വർക്കാണ്. 15 സെൻറ്റിമീറ്റർ വീതിയാണ്. ഇതിൻ്റെ നീളവും കാര്യങ്ങളും പക്ക അളവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ വീഡിയോ വേണമെന്നുള്ളത്. ഓക്കെ, നമ്മുടെ എൽ ഇ ഡി ആണ് ഇതിൽ സംവിധാനം. ലൈറ്റിനൊക്കെ വേണ്ടിയിട്ട് LED സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ലൈറ്റിംഗ് കൺട്രോളിങ് മൊത്തം ഇതിൻ്റെ അടിയിലാണ്. അപ്പം അടിഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹെഡ്ലൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ വ്യൂ. പിന്നെ നമ്മുടെ സാധാരണ എല്ലാ ബസ്സിനും ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ഒരു വീൽ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ബാക്കിലത്തെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബസ്സിനെ നമുക്കൊരു ഓവർ വ്യൂ ആയിട്ട് നോക്കാം. ഇതാണ് ബസ്സിൻ്റെ ഒരു ഓവർ വ്യൂ. അപ്പം ഡീലക്സിൻ്റെ അശോക് ലൈലാൻഡ് ചേസിൽ വരുന്ന നമ്മുടെ ഒരു പൊളി വണ്ടി. ഇതിൻ്റെ കാരിയറൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വീഡിയോന് കുറച്ച് ഓക്കെ, വീഡിയോ മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മളെ കാരിയറൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ഏണി, പിന്നെ നമ്മുടെ ലഗേജ് വെക്കുന്ന ഒരു സെറ്റപ്പ്. അതുപോലെ ബാക്ക് ഭാഗം എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റിങ്സൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഞാനിതുവരെ ഈ ബസ്സിൽ കയറിയില്ല, അതാണ് ഏറ്റവും വലിയൊരു പറയാനുള്ളത് എനിക്ക്. അപ്പോൾ ഞാനിതിൻ്റെ ഫോട്ടോസൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് ഫോട്ടോസൊക്കെ നോക്കി ഫോട്ടോ പർപ്പസിലൂടെയാണ് ഞാൻ ഈ ഒരു വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള വ്യൂസ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റിങ്ങൊക്കെ കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ പോർഷന് ഫോക്കസ് ആവണില്ല. ഓക്കെ, ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു പരിപാടിയാണ്. അകത്ത് നമ്മുടെ ലഗേജ് വെക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റ്, പിന്നെ കർട്ടൻ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുഷ് ബാക്ക് സീറ്റ് ടൈപ്പ്, നല്ല ഒറിജിനൽ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു സംവിധാനം കണ്ടിട്ടുള്ളത്. ഡബിൾ സീറ്റാണ് അപ്പുറവും ഡബിൾ സീറ്റ് ഇപ്പുറവും, കണ്ടില്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ റൂട്ടിൽ ഏത് റൂട്ടാണെന്നൊക്കെ കാണിച്ചു തരാം. ഗുരുവായൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി, കൊല്ലൂർ, മൂകാംബിക. ഓക്കെ, ഒരു വണ്ടിയുടെ നമ്പർ KL 15A1791. നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ അടിപൊളി ഒരു ഡിസൈനാണ്. അതേപോലെ മുന്നിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. മുന്നിലും ഒരുപാട് വിശേഷങ്ങളുണ്ട്. മുന്നിൽ നല്ല രീതിയിൽ നമ്മളിതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ, കോഴിക്കോട് അങ്ങനെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മിററിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നൊരു ആംഗിൾ നമുക്ക് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് മിററിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. ഞാനും പോയി എൻ്റേതായ രീതിയിൽ ഡിസൈൻ ചെയ്യിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. ATC 13 എറണാകുളം ഡിപ്പോ. നമ്പർ കണ്ടല്ലോ, അശോക് ലൈലാൻഡ് സൂപ്പർ ഡീലക്സ് എയർ ബസ്. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പും ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ മിന്നുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമ്മുടെ സൈഡിൽ ഈ റിഫ്ലക്ഷൻ സ്റ്റിക്കറൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ സ്റ്റിക്കറാണ്. ശരിക്കും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒറിജിനൽ വണ്ടിയുടെ സ്റ്റിക്കർ തന്നെയാണ്. പിന്നെ ഡ്രൈവിംഗ് ക്യാബ്, അപ്പം ഉള്ളിലത്തെ ഡ്രൈവിംഗ് ക്യാബ് നമ്മളെ ഡ്രൈവറെ
സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അകത്ത് ഡോറിൻ്റെ ആ ഒരു സെറ്റപ്പ്, പിന്നെ കർട്ടന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആളുകൾ എൻട്രി വരുന്നൊരു പോർഷൻ ഒരു പഴയ രീതിയിലുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും ഒറിജിനൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. അപ്പം അതെന്തെങ്കിലും പോരായ്മകൾ മാത്രം ഒന്ന് മെൻഷൻ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളൊന്ന് അറിയിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വണ്ടിയുടെ കാഴ്ചകളൊക്കെ കാണുന്ന വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇതിലൊരുപാട് മേക്കിംഗ്, ഈ വണ്ടിയുടെ കുറച്ച് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് നല്ല വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിനിയേച്ചർ ചെയ്യുന്നവർ എന്തായാലും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ഈ വണ്ടിയുടെ കുറച്ച് പ്രത്യേകതകൾ, കുറച്ച് ചെറിയ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഞാനൊരു ലൈലാൻഡ് ഫാനാണ്. ടാറ്റ ഇഷ്ടമല്ലെന്നല്ല, ലൈലാൻഡിൻ്റെ ആ സൗണ്ട് തന്നെ വേറെ ലെവലാണ്. അപ്പം ഓർഡർ തന്ന പുള്ളിക്കും ലൈലാൻഡാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഗുരുവായൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി, കൊല്ലൂർ, മൂകാംബിക ഈ റൂട്ടിലോടുന്ന ബസ്സാണ്. ആക്ച്വലി ഇത് ടാറ്റ ബസ്സാണ്. അപ്പം ഇത് ലൈലാൻഡിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ, സംഭവങ്ങൾ ഇതിൽ ഞാൻ എടുത്തു പറഞ്ഞുതരാം. അപ്പം പലരും വിചാരിക്കും ഇത് 7.5 അതായത് 1, 2, 3, 4, 5, 6, 7 ഷട്ടർ വരുന്നുണ്ട്, 7 ഗ്ലാസ് വരുന്നുണ്ട്. അത് ലൈലാൻഡ് ആയതുകൊണ്ടാണ് 7 ഗ്ലാസ് വരുന്നത്. ലൈലാൻഡും ടാറ്റയും തമ്മിലുള്ള വ്യത്യാസം, അതായത് ചേസാണ്. ഇതിപ്പോൾ ലൈലാൻഡ് ബസ്സാണ്. ഇത് ശരിക്കും ഓടുന്നത് ടാറ്റ ചേസിലുള്ള ബോഡിയിലുള്ള ബസ്സാണ് ശരിക്കും ഓടുന്നത്. അപ്പോൾ ലൈലാൻഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൂട്ടിലുള്ള ബസ്സിനെ നമ്മൾ ലൈലാൻഡാക്കി മാറ്റിയതാണ്. അപ്പം ചെറിയൊരു വ്യത്യാസം. ടാറ്റയാണെങ്കിൽ അതിന് 7.5 അതായത് 8 ഷട്ടർ ഉണ്ടാവും. അതിൽ 8ാമത്തെ ഷട്ടർ വളരെ ചെറുതാണ്, കുറച്ച് നീളം കൂടുതലാണ് ടാറ്റയ്ക്ക്. പക്ഷേ ലൈലാൻഡിന് കുറച്ച് നീളം കുറവാണ്. ലൈലാൻഡ് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ വേറൊരു വൈബാണ്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള ഒരു മേക്കിംഗ് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മിനിയേച്ചർ ഇഷ്ടപ്പെടുന്നവരും ചെയ്യാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഇനി ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരു പൊളി വീഡിയോസ് ആയിരിക്കും. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.